സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആ പ്രിയ മക്കളെ, ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു ദൈവവചനമാണ്. വചനം എപ്രകാരം പറയുന്നു: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം തിരുവചനം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് പ്രത്യാശിക്കുന്നു. ഈ അനുഗ്രഹത്തിൻ്റെ പൊരുളെന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കും. മറ്റുള്ളവരെ വെറുത്താൽ ദൈവം നമ്മളെയും വെറുക്കും. ദുഃഖിക്കുന്നവർക്കും പീഡിതർക്കും ആശ്വാസം കൊടുക്കുക, ദുഃഖിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുക, നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർ ചെയ്യുക. നീ ഭൂമിയിൽ ചെയ്യുന്നതൊക്കെ ഈ സ്വർഗത്തിലും ചെയ്യപ്പെടുമെന്ന് തിരുവചനത്തിൽ പറയുന്നു. ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഈ സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ നിത്യജീവൻ കിട്ടുകയുള്ളൂ. നിത്യജീവന് അവകാശമാവണമെങ്കിൽ നമുക്ക് ദുഃഖിതരുടെയും പീഡിതരുടെയും കഷ്ടപ്പെടുന്നവരുടെയും കണ്ണുനീരൊപ്പുക, അവർക്ക് വേണ്ടി നമുക്ക് ഒക്കുന്ന സഹായങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ആ സഹായം ചെയ്തില്ലെങ്കിൽ നമുക്ക് നിത്യജീവനെ അവകാശമാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെടും. ഭൂമിയിൽ കരുണ കാണിച്ചാൽ സ്വർഗത്തിലും കരുണ കാണിക്കും. സ്വർഗത്തിലെ ദൈവവും കരുണ ഉണ്ടാകും.